പത്തനംതിട്ട ചിറ്റാറിൽ പ്രളയത്തിൽ തകർന്ന ഫാക്ടറിപ്പടി ചപ്പാത്ത് റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തകർന്ന ചപ്പാത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങൾ പഴക്കമുള്ള ചപ്പാത്തിന് ബലക്ഷയമുള്ളതിനാൽ ഏതു സമയം തകരാമെന്നും നാട്ടുകാർ പറയുന്നു. മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങളെ വിളിക്കും. ഇവർ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. പിന്നെ പല ദിവസവും പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുക. ഞങ്ങൾ വെള്ളം ചുറ്റിനും വരെ ഇവരെല്ലാം അക്കരെ നിന്ന് കരയത്തേ ഉള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുക. മഴക്കാലമായാൽ ചപ്പാത്ത് മുങ്ങും. തൊട്ടടുത്ത വീടുകൾക്ക് ചുറ്റും വെള്ളമാകും. പ്രധാന സഞ്ചാരമാർഗം അടയുന്നതോടെ ഇവിടെയുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെടും. രണ്ട് വർഷത്തോളമായി പ്രളയത്തിൽ തകർന്ന ഈ പാലം ഇങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഒരു പ്രളയം താങ്ങുമോ എന്ന ആശങ്കയാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇതിലെ പോകാനൊക്കെ ഇത് പാലത്തിൻ്റെ അടി മുഴുവനും പറഞ്ഞിരിക്കുക. എത്രയും എളുപ്പം ഇത് പൊളിച്ചത് അത് ശരിയായി പാലം കളത്തി പണിതില്ലെങ്കിൽ ഇവിടുത്തുകാർക്ക് വലിയ ദൂഷ്യമാണ്. ലക്ഷങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനങ്ങൾ ലഭിച്ചു. എന്നാൽ അറ്റകുറ്റപ്പണികൾ പോലും തുടങ്ങിയില്ല. 1000-ലധികം ആളുകൾ ഇവിടെ താമസമുണ്ട്. ഈ പാലം കിടന്ന ആൾക്കാർ യാത്ര ചെയ്യുന്ന അടിയന്തരമായിട്ട് ആ പാലത്തിൻ്റെ പണി അടുത്ത മഴയ്ക്ക് മുമ്പേ നടന്നില്ല എങ്കിൽ ആൾക്കാർക്ക് യാത്ര വളരെ ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് അതിനുള്ളൊരു നടപടി ഉണ്ടാവണം. ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാവുമെന്ന വാഗ്ദാനമാണ് ജനപ്രതിനിധികൾക്ക് നൽകാനുള്ളത്. വലിയൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ ആ വീഴ്ച പരിഹരിച്ച് ഇതിന് ഈ പാലം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. MLA അതിനുള്ള ഫണ്ട് MLA സമീപിച്ച് ഫണ്ട് ഇടുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് MLAയുടെ ഭാഗത്ത് നിന്ന് സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ചപ്പാത്ത് പാലം പൊളിച്ച് ഉയർന്ന പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സമരം ആരംഭിക്കാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും അഖിൽ കെ, മീഡിയ 1.